ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, കേരളത്തിൽ 5ാമത്തെ മന്ത്രി ഉണ്ടായി, മുസ്ലിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, അവർ വളരെ യുണൈറ്റഡ് ആണ്, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം എന്നെല്ലാം. വളരെ ശരിയായിട്ടുള്ളൊരു കമൻ്റാണ്. അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും മുസ്ലിങ്ങൾ എന്നും എന്തും ചെയ്തിരുന്നു. ശാന്തിയുടെ മതമാണ് എന്ന് പറഞ്ഞ് MM അക്ബറും സക്കീർ നായിക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ പോലെ ലോകത്തിൽ കൊലയും കൊള്ളിവെപ്പും നടത്തിയ മറ്റൊരു സമുദായമുണ്ടെന്ന് തോന്നുന്നില്ല. AD 995 മുതൽക്ക് ഭാരതത്തിലേക്ക് ഇൻവേഡ് ചെയ്ത വിദേശ മുസ്ലിങ്ങളുടെ ചരിത്രമൊന്ന് വായിച്ചാൽ ലോകത്തിലെ മാനവരാശിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ്. സമാധാനം, ശാന്തി എന്നെല്ലാം പറയുന്നത് ഈ ഒരു മതത്തിന് ഒരിക്കലും യോജിച്ചതാണ് എന്ന് തോന്നാറില്ല. ഇന്നും ലോകമെമ്പാടുമുള്ള ജനത ഭയപ്പെടുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ന്യൂയോർക്കിൽ 2 ടവർ പൊട്ടിച്ച് മറ്റ് പലതും നശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് ആരാണ്? സദ്ദാം ഹുസൈൻ ചെയ്തത് എന്താ? അടുത്ത രാജ്യത്തിലേക്ക് കയറി ചെയ്തത് എന്താ? ഗദ്ദാഫി ലിബിയയിലെ 40 വർഷത്തെ പ്രസിഡന്റ് ആയിരുന്നു. എന്തു ക്രൂരനായിട്ടാണ് അയാൾ ഒരു രാജ്യം ഭരിച്ചത്. അതേപോലെ ഒസാമ ബിൻ ലാദൻ അങ്ങേര് ചെയ്തത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ അന്ത്യം എന്തായിരുന്നു? അത്ഭുതകരമായിട്ട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ വിചാരിക്കാറുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ബോംബ് പൊട്ടിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വിഗ്രഹാരാധകരെ കൊല്ലണം എന്ന ഖുർആനിലെ വരികൾ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഓരോ പ്രാവശ്യം മുസ്ലിങ്ങൾ ഇൻവേഡ് ചെയ്ത് കയറിയതും വിശുദ്ധ മാസം കഴിഞ്ഞ് എത്രത്തോളം വിഗ്രഹാരാധകരെ കൊല്ലാൻ സാധിക്കുമോ അത്രയും നീ അള്ളാഹുവിൻ്റെ അടുത്താണ് എന്ന ബൈബിളിലെ വരികൾ അന്വർത്ഥമാക്കാനാണ്. അപ്പോൾ ഇത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ് എന്ന് പറഞ്ഞ് എന്തിനാ ഈ മനുഷ്യരെ കൊല്ലുന്നത്? മാത്രമല്ല, ഒന്ന് നോക്കാം, ഇന്ത്യയിൽ ബോംബ് പൊട്ടിക്കുന്നത് വിഗ്രഹാരാധകരായ ഹിന്ദുക്കളെ കൊല്ലാനാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ നിങ്ങൾ നോക്കാം, പാകിസ്ഥാനിലും മറ്റു മുസ്ലിം രാജ്യങ്ങളുടെയും അവസ്ഥ എന്താ? അവിടെ ബോംബ് ഉണ്ടാക്കുന്നത് ഒരു മതത്തിൽപ്പെട്ടവരാണ്, ബോംബ് പൊട്ടിക്കുന്നതും അതേ മതത്തിൽപ്പെട്ടവരാണ്. മിക്കവാറും ബോംബ് പൊട്ടുന്നത് മുഴുവനും പള്ളികളിലാണ്. ആ പള്ളിയിൽ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. ആ പള്ളിയിൽ ആരാധിക്കുന്നവർ അനുശാസിക്കുന്നത് ഖുർആനാണ്. ആ പള്ളിയിലുള്ളവർക്ക് ആരാധിക്കാൻ പറ്റുന്ന ഗുരു പ്രോഫറ്റ് മുഹമ്മദാണ്. ആ പള്ളിക്കാർക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം മെക്കയാണ്. അതിനകത്തുള്ള കാബയാണ് അവരെല്ലാം പൂജിക്കുന്നത്. അപ്പോൾ ഒരു കാബ, ഒരു മെക്ക, ഒരു ആചാര്യനായ മുഹമ്മദ് നബി, ദൈവദൂതനായ മുഹമ്മദ് നബി, ഒരു ഗ്രന്ഥം, ഒരു ചന്ദ്രക്കലയും നക്ഷത്രവും എല്ലാം ഒന്നായിട്ടും ഇവരെന്തിനാ പാകിസ്ഥാനിൽ ബോംബ് ഉണ്ടാക്കി വെക്കുന്നത്? എന്തിനാ ഇവർ തന്നെ അത് പൊട്ടിക്കുന്നത്? എന്തിനാ അത് പള്ളിയിൽ തന്നെ പൊട്ടിക്കുന്നത്? എന്നിട്ട് മരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. മാത്രമല്ല, അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരും അതേ മതത്തിൽപ്പെട്ടവരാണ്, കോടതിയും അതേ മതത്തിൽപ്പെട്ടവരാണ്, അവിടെ ഭരണാധികാരികളും അതേ മതത്തിൽപ്പെട്ടവരാണ്. ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ കൊല്ലുന്നതും ഒരേ മതത്തിൽപ്പെട്ടവര്, മരിക്കുന്നതും അതേ മതത്തിൽപ്പെട്ടവര്. ഗാന്ധാറിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമെല്ലാം മരിക്കുന്നതും ചാവുന്നതൊക്കെ ഒരേ മതത്തിൽപ്പെട്ടവരാണ്. എവിടെയെല്ലാം ഈ മതത്തിലുള്ളവരുണ്ടോ അവിടെയെല്ലാം ശാന്തി ഉണ്ടോ എന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. പഴയ ഹൈദരാബാദിൽ നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കാശ്മീർ, ആ കാശ്മീരിലെ അവസ്ഥ എന്താണ്? അതേപോലെ പഴയ അഹമ്മദാബാദിലെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഓരോ പ്രദേശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശാന്തിയുടെയും ഐക്യത്തിൻ്റെയുമാണോ ഒരു മതം എന്ന് വെറുതെ അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ധാരാളം പുസ്തകങ്ങളിലൂടെയും എക്സിബിഷനിലൂടെയും ശാന്തിയും സമാധാനവും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പറയുമ്പോഴും വസ്തുത എന്താണെന്ന് അറിയിക്കാനുള്ള ചരിത്രപരമായ ദൗത്യം മാത്രമേ ഞാൻ ഏറ്റെടുക്കുന്നുള്ളൂ. ഒരു മതത്തെയും വിമർശിക്കാനോ എതിർക്കാനോ പുച്ഛിക്കാനോ വേണ്ടിയിട്ടല്ല. സത്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ മാനവരാശി ഇറങ്ങിയാൽ അറിയാം. ഷിയായും സുന്നിയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നിരന്തരം മരിക്കുന്നത് വരെ അവർ തമ്മിൽ പോർവിളിക്കലാണ്.
നിങ്ങൾ കാസർഗോഡ് ചെന്ന് നോക്കിയാൽ പത്രങ്ങളിൽ ദിവസവും രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ മതകലഹമുണ്ടായി എന്ന് പറയുന്ന കാണാൻ സാധിക്കും. ആ രണ്ട് മതത്തിൽപ്പെട്ടവരെന്ന് പറയുന്ന ഷിയ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരോ അതുപോലെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ല അവിടെ കാസർഗോഡ് പ്രശ്നം ഉണ്ടാവുന്നത്. ഒരേ പ്രവാചകന്റെ ആൾക്കാർ തമ്മിലാണ്. അതേപോലെ തന്നെ ആലോചിച്ച് നോക്കാം, ഒരാളുടെ പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് മറ്റേ ആൾ പോവില്ല. ഓരോ വിഭാഗവും അങ്ങനെ. ഷിയായുടെ മസ്ജിദിലേക്ക് സുന്നി പോവില്ല, സുന്നിയുടെയിലേക്ക് അഹമ്മദിയ പോവില്ല, അഹമ്മദിയയുടെ പള്ളിയിലേക്ക് മുജാഹിദീൻ പോവില്ല, മുജാഹിദീൻ്റെ പള്ളിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോവില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലേക്ക് സുഫി പോവില്ല. എല്ലാവരുടെയും ഗ്രന്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. എന്തൊരു ഐക്യമാണ് അവർ തമ്മിൽ, നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും. എല്ലാം ബാഹ്യമായിട്ടുള്ള ഐക്യമാണ്. 5-ാം മന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള, രാജ്യ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അതേപോലെ തന്നെ ഷാജഹാന്റെ 10 തലമുറ, അക്ബർ ജഹാംഗീർ മുതൽക്ക് ഔറംഗസീബ് വരെയുള്ളത് എല്ലാം അച്ഛനെ കൊന്നും കുഴിച്ചു മൂടിയുമാണ് മക്കള് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. എത്രയാ കൊല നടത്തിയിരിക്കുന്നത്? ടിപ്പു സുൽത്താൻ 2 ലക്ഷം പേരെയാ കൊന്നെ. പവിത്രമായിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ടിപ്പു സുൽത്താനെ പോലെ കൊന്നിരിക്കുന്നവരാരുമില്ല. അതേപോലെ സക്കീർ നായിക് എന്ന് പറയുന്ന പോലെ തന്നെ മല്ലിക് കഫൂർ എന്ന് പറയുന്ന ഒരാളുണ്ട്. മല്ലിക് കഫൂർ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് വന്ന് എല്ലാം കൊള്ളയടിച്ചു പോയ ആളാണ്. വരുന്ന വഴിക്ക് കൊന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്കില്ല. നമ്മുടെ സോമനാഥ ക്ഷേത്രത്തിലേക്ക് മുഹമ്മദ് ഗസ്നി 16 പ്രാവശ്യം ആക്രമിച്ച് കയറി. വരുന്ന വഴിക്ക് എല്ലാം ജനങ്ങളെ കൊന്നു കുഴിച്ചു മൂടുക ചെയ്തത്. നിർഭാഗ്യവശാൽ അതിഥി ദേവോ ഭവ എന്ന പദത്തിലൂടെ നമ്മൾ ഇവിടേക്ക് കയറി വന്നവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു. ഇത് രണ്ടും നമ്മൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഹിന്ദുക്കൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഈ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് സോമനാഥ ക്ഷേത്രം വരെ വരില്ലായിരുന്നു. സ്വന്തം ക്ഷേത്രത്തെയും സ്വന്തം ജനതയെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഭക്ഷണവും വെള്ളവും ഹിന്ദുക്കൾ കൊടുക്കാൻ കാരണം അതിഥി ദേവോ ഭവ എന്ന മന്ത്രത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏത് രാജ്യത്തിലാണ്? ഇന്ന് അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, വേണുഗോപാലൻ എന്ന സുഹൃത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പൈലറ്റ് ട്രെയിനിങ്ങിൽ അമേരിക്കയിലുണ്ടായിരുന്നു. 72 പേരെയാണ് പൈലറ്റ് ട്രെയിനിങ് കൊടുത്തത്. ട്രെയിനിങ് മുഴുവനും ആയി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അമേരിക്കൻ പേരുള്ള, അതായത് ഇംഗ്ലീഷ് പേരുള്ള ഒരു പാർട്ടി 72 പേരിൽ ഒരു സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷ് പേരുള്ളവനാണെങ്കിലും അവൻ മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് അവനെ പൈലറ്റായിട്ട് എടുക്കാതിരിക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് ചെയ്തത് 72 പേരെയും അവരുടെ ട്രെയിനിങ് മതിയാക്കി പിരിച്ചയക്കുക ചെയ്തത്. 72 പേരെയും തിരഞ്ഞെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും കൂടി അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകാറുണ്ട്. പാസ്പോർട്ടിലുള്ള പേര് നോക്കിയിട്ടാണ് സെക്യൂരിറ്റി ചെക്കപ്പ് ഇത്രയും റിജിറ്റാക്കാം. ഈവൻ നമ്മളുടെ ഭരണാധികാരികൾക്ക് പോലും പേര് ഹിന്ദു പേരോ ക്രിസ്ത്യൻ പേരോ അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലൊക്കെ ഭയങ്കര കർക്കശമാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ പേര് ഹിന്ദുവോ ക്രിസ്ത്യനോ പേരല്ലെങ്കിൽ ആ ഡ്രൈവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ ഡ്രൈവർക്കുള്ള ശിക്ഷ അതികഠിനാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഡ്രൈവർമാർക്ക് ഇങ്ങനെ കിട്ടുന്നു? അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്ന് ലോകത്തിലെ എല്ലാവർക്കും തോന്നിയാൽ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണോ ശാന്തിയുടെ മതം എന്ന് പറയുന്നത്? ശരിക്കും ശാന്തി ഒന്ന് കാണിക്കണ്ടേ? ശരിക്കും ശാന്തിയും സമാധാനവും കാണിച്ചാലല്ലേ ഈ എക്സിബിഷൻ നടത്തുന്നതിനേക്കാളും വസ്തുത എന്താണെന്ന് ലോക ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇത് നമുക്കിഷ്ടമില്ലാത്ത സിനിമയുണ്ടെങ്കിൽ ആ സിനിമയെ കത്തിക്കാം, നമുക്കിഷ്ടമില്ലാത്ത അമ്പലം ഉണ്ടെങ്കിൽ അതിനകത്ത് പശുവിനെ അറക്കാം, നമുക്കിഷ്ടമില്ലാത്ത അമ്പലത്തിനകത്ത് കൊണ്ടുപോയിട്ട് പന്നിയുടെ വേറെ പശുവിൻ്റെ തലയിടുക. ഇതൊക്കെ ചെയ്യുന്നത് ആരംഭിക്കുന്നത് ആരാ? ഇന്ന് വെറുതെ ആലോചിച്ച് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം നമ്മളൊന്ന് പഠിക്കണം, എന്നിട്ട് ആലോചിക്കണം. ഇവർ തമ്മിലുള്ള യൂണിറ്റി ഇല്ല. ഇവർ യൂണിറ്റി ഉള്ളത് ഒരു കാര്യത്തിനാണ്, അവരവരുടെ മതത്തിലുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മറ്റു മതത്തിലുള്ളവരെ എതിർക്കാനും നശിപ്പിക്കാനും അധികാരം പിടിച്ചെടുക്കാനും എന്നിട്ട് സ്വയം നശിക്കാനുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം.